ഇതിനെന്താ പറഞ്ഞത്? ഇതിനെന്താ പറഞ്ഞത്? കത്തിയാ? ഉറപ്പാണോ? കത്തിയാണോ? എന്താ പഴയ കാലത്ത് രാജാക്കന്മാരെ മേടിച്ചാടാ. കത്തിയാണോ? ഇത് ഊരാൻ പറ്റുമോ? ഊരിക്കോ, വലിച്ചൂരിക്കോ. കത്തിയാണോ? പഴയ കാലത്ത് രാജാക്കന്മാർ കത്തിയാണത്? എന്നാ കത്തിയല്ല. അവൻ പറഞ്ഞ കറക്റ്റാണ്, കത്തി. പക്ഷേ ഇത് കത്തിയല്ല, ഇത് കൃപാൻ. അതായത് സിഖ് മതവിശ്വാസികൾ ആചാരത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുനടക്കുന്ന കൃപാൻ. കൃപാന്റെ അർത്ഥം വരുന്നത് കൃബ് എന്ന് പറഞ്ഞാൽ കാരുണ്യം, ആൺ എന്ന് പറഞ്ഞാൽ അന്തസ്. അവർ നോർമൽ കത്തിയെ പറയുന്നത് ചാക്കു എന്നാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതെനിക്ക് സമ്മാനിച്ചത് ആൻ്റണി മെഡോണ ദമ്പതികളാണ്. അവർ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് സമ്മാനിച്ചതാണ്. അപ്പോൾ അവർക്ക് നന്ദി. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അതിന് മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് 13 വർഷം മുമ്പ് ഇന്ത്യ ഒട്ടാകെ 28 സ്റ്റേറ്റിൽ കറങ്ങിയപ്പോൾ രാജസ്ഥാനിൽ നിന്ന് വാങ്ങിയ കൃപാൻ തുരുമ്പ് പിടിച്ചു പോയി. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, 6000 5000 ഒക്കെ പറയും, 600 ഒക്കെ കിട്ടും നമുക്ക്. അത് കുറച്ച് കഥയൊക്കെ പറയണം. അപ്പോൾ അതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. അന്ന് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ, അതായത് 28 സ്റ്റേറ്റ്, ഇന്ത്യയിലെ 28 സ്റ്റേറ്റിൽ കറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരുപാട് സ്വീകരണങ്ങൾ എനിക്ക് കിട്ടി. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നതാണ്. അതായത് ഇന്ത്യ ഒട്ടാകെ നമ്മൾ കാണണം, എല്ലാവരും മസ്റ്റായിട്ടും കാണണം. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ അടിത്തറയിരിക്കുന്നത്, നമ്മളൊക്കെ പ്രസംഗത്തിലൊക്കെ എല്ലാവരും പറയും മതേതത്വം, അതായത് ഇന്ത്യയുടെ അടിത്തറയിരിക്കുന്നത് ബഹുസ്വരതയിലാണ്, അല്ലെങ്കിൽ വിവിധ വൈവിധ്യങ്ങളുടെ വലിയൊരു നാടാണെന്നൊക്കെ പറയും. പക്ഷേ നേരിട്ട് കണ്ട് മനസ്സിലാക്കാത്തവരാണ് ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ, പോലീസുകാർ, അതുകൂടാതെ ബെസ്റ്റ് സ്റ്റുഡൻസ്, ഇവരൊക്കെ മസ്റ്റായിട്ട് ഇന്ത്യ കാണണം. എല്ലാവരും കാണണമെന്ന് പറയണത്, ഇവരൊക്കെ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ആൾക്കാർ, ലീഡേഴ്സൊക്കെ മസ്റ്റായിട്ട് ഇന്ത്യ കാണണം. കാരണം വൈവിധ്യങ്ങളുടെ നാടെന്ന് പറയും. അത് ഭാഷയുടെ മാത്രമല്ല, മതത്തിൻ്റെ മാത്രമല്ല, സംസ്കാരത്തിൻ്റെ മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായിട്ടും അല്ല. അങ്ങനെ ഓരോന്നെടുത്താൽ പോലും എല്ലാം കൊണ്ടും, ഇപ്പോൾ ഫുഡിൻ്റെ രീതി എടുത്താൽ പോലും വിവിധ ആൾക്കാർ വിവിധ ഭക്ഷണം കഴിക്കുന്നവരാണ് ഇന്ത്യയിൽ. അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ട് പോകണമെങ്കിൽ ഇന്ത്യയെ മനസ്സിലാക്കുക എന്നുള്ളത് വലിയ സത്യം തന്നെയാണ്. അപ്പോൾ അത് തന്നെ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. കൃപാൻ ആചാരപരമായിട്ട് കൊണ്ടുനടക്കുന്ന ഇത് അവർക്ക് ഫ്ലൈറ്റിൽ കയറ്റാം, ഇന്ത്യയിലെ ചില ഫ്ലൈറ്റിൽ കയറ്റാം. അതിന് പ്രത്യേക നിയമമൊക്കെ ഉണ്ട്, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും കയറ്റാം. അതുകൂടാതെ ഹെൽമെറ്റ് യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇവരെയൊക്കെ ഉൾക്കൊണ്ട് ഉള്ള വലിയൊരു സമൂഹമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ വലിയ രാജ്യം നേരിട്ട് കാണുക എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് സംശയം വേണ്ട. അത് തന്നെയാണ് അന്നും പറഞ്ഞത്, അത് തന്നെയാണ് ഇന്നും പറയുന്നത്. മറ്റു വീഡിയോയുമായി വീണ്ടും വരും. അതൊരു നമസ്കാരം.